വിദേശകാര്യ വിദഗ്ധൻ ജോസ് കുട്ടി കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സാർ. ഇറാനെതിരെ വീണ്ടും അമേരിക്കയുടെ വ്യോമാക്രമണം നടക്കുകയാണ്. ഈ സമാധാന ശ്രമങ്ങൾക്കൊക്കെ വലിയ തിരിച്ചടി നൽകുന്ന തരത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പരസ്പരം അവർ നടത്തിയിരിക്കുന്ന അക്രമങ്ങൾ സമാധാന ശ്രമങ്ങളെ വീണ്ടും സങ്കീർണമാക്കിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഘട്ടത്തിൽ നടന്നിരിക്കുന്ന അക്രമങ്ങൾ തീർത്തും ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും ഒക്കെയാണ് ആക്രമിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പ്രധാനമായിട്ടും ഉദാഹരണമായി ജലവിതരണ സംവിധാനങ്ങളിൽ നടത്തിയിരിക്കുന്ന അക്രമങ്ങൾ ഇറാനിലെ, അപ്പൊ അത് ജനങ്ങളുടെ ജീവിതത്തെ വളരെയധികം ദുഷ്കരമാക്കും. കാരണം ഇപ്പോൾ ഇറാനിൽ വളരെ ചൂടേറിയ ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള അക്രമങ്ങൾ നടത്തുമ്പോൾ അടിസ്ഥാനപരമായി ആരെയും ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ തിരിച്ച് അതുപോലെ ഒരു മറുപടി അമേരിക്കയുടെ സംവിധാനങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ, അത് കുവൈറ്റ് ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും UAE ആണെങ്കിലും ഒക്കെ കൊടുക്കുവാനായിട്ട് ഇറാൻ നിർബന്ധിതരാകും, അല്ലെങ്കിൽ അവരങ്ങനെയുള്ള ഒരു മറുപടി കൊടുക്കും. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെക്കാൾ ഉപരിയായി പരസ്പരം നശിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന രണ്ടുപേർ തമ്മിലുള്ള ലക്കുകെട്ട അക്രമമായി ഇത് മാറുന്നിടത്താണ് യുദ്ധങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതും സമാധാന ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ തടയുന്നതും. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള, അവിടുത്തെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള പീറ്റ് ഹെഗ്സെത് പറഞ്ഞത്, ഇനി ഞങ്ങൾ ബോംബുകൾ കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് ബോംബുകൾ കൊണ്ട് സംസാരിക്കാൻ ലോകത്തിൽ ഏറ്റവും ശേഷിയുള്ളത് ഞങ്ങളാണ്, ഞങ്ങളത് കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രംപ് പറയുന്നു, ഒരു ഘട്ടത്തിൽ ട്രംപ് ഉടനെ യുദ്ധം അവസാനിക്കുമെന്ന് പറയുമെങ്കിലും ഞങ്ങൾ കൃത്യമായ മറുപടി കൊടുത്തിരിക്കും. ഞങ്ങളുടെ അത്യാധുനിക ഹെലികോപ്റ്റർ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ ആക്രമിച്ച ഇറാന് കടുത്ത മറുപടി ഞങ്ങൾ കൊടുക്കും എന്നുള്ള തീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് പ്രതികാരമായി, ഇതിന് മറുപടിയായി ഇറാൻ കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കുവൈറ്റിലാണെങ്കിൽ ഈ അക്രമങ്ങളുടെ ഭാഗമായി അവരുടെ വ്യോമഗതാഗതങ്ങൾ, എയർ സ്പേസ് ഒക്കെ അടച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ നിത്യജീവിതത്തെയും അതുപോലെ എയർ ട്രാഫിക്കിനെയൊക്കെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇസ്രായേല് ലെബനോനിലെ അക്രമം നിർത്തിവെക്കുമെന്ന് പറഞ്ഞെങ്കിൽ അത് കൂടുതൽ ശക്തമായി തുടരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ആകമാനം വെടിനിർത്തലിൽ നിന്ന് മാറി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സാഹചര്യങ്ങളെ മൊത്തത്തിൽ നമുക്ക് അവലോകനം ചെയ്താൽ 2-3 സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുക. അതിലൊന്ന്, ഇതൊരു ഈ പറയുന്നത് പോലെ ഒരു ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റ് ലെവലിൽ നിൽക്കാം. ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവര് സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ. ഇപ്പോഴൊരു തുറന്ന യുദ്ധം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ കാര്യമായ അക്രമങ്ങൾ നടത്തുന്ന ഒരു ചിത്രം, എന്നിട്ട് അത് പെട്ടെന്ന് നിർത്തിവെക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 2 അക്രമങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നിർത്തി, ഞങ്ങൾ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ആക്രമിക്കുക. അപ്പൊ അതിനെ നമുക്കൊരു ചെറുകിട യുദ്ധമായി കാണാം. സമാധാന ശ്രമങ്ങൾക്കിടയിൽ അവർക്ക് ഒരു പൊതുധാരണയിലേക്ക് എത്താൻ കഴിയാതെ വരുമ്പോൾ പരസ്പര വിശ്വാസമില്ലാത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക യുദ്ധ സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. അത് കുറെ ദിവസങ്ങളും കൂടി തുടരാം, ഏതെങ്കിലും ഒരു സമാധാന ശ്രമത്തിലേക്ക് എത്തുന്നത് വരെ. എന്റെ അഭിപ്രായത്തിൽ ഒരു ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റ് ഈ ഘട്ടത്തിൽ കുറച്ച് ദിവസങ്ങളിൽ തുടരുവാനുള്ളൊരു സാധ്യത ഏറെയാണെന്നാണ് ഞാൻ ഒന്ന് വിശകലനം ചെയ്താൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവര് സമാധാന ശ്രമങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അമേരിക്കയുടെ തന്നെ ഭാഗത്തു നിന്നുള്ള ചില വിദഗ്ധർ പറഞ്ഞത്, ഇത് ഇറാനെ പ്രഷർ ചെയ്ത് സമാധാന ടേബിളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അമേരിക്ക ഇഷ്ടപ്പെട്ട വ്യവസ്ഥകൾ അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിന് പ്രതികാരമായി ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിരിക്കുകയാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ജലവിതരണ സംവിധാനങ്ങളെ ആക്രമിക്കുന്നു, ഹോർമൂസിലൂടെ ഒരു കപ്പലും കടത്തിവിടില്ല എന്ന് ഇറാൻ പറയുന്നു. അവർക്ക് പറ്റുന്ന രീതിയിൽ അക്രമങ്ങൾ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ നടത്തുന്നു. അപ്പൊ അത് ഒരു ചെറിയ ലെവലിലാണ് നടക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊരു ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റിന്റെ ലെവലിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. അത് കുറച്ചും കൂടെ ചിലപ്പോൾ സങ്കീർണമായാൽ മറ്റൊരു സാഹചര്യം ഉരുത്തിരിയാൻ സാധ്യതയുള്ളത്, അത് കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകാം. മറ്റു രാജ്യങ്ങളൊക്കെ ഇടപെടുന്ന അല്ലെങ്കിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക്, അതായത് വെടിനിർത്തലിനെ പൂർണ്ണമായും നിരാകരിച്ച് അല്ലെങ്കിൽ അപ്രസക്തമാക്കുന്ന ഒരു യുദ്ധ സാഹചര്യവും ഇതിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരാം.
അത് ഈ ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റിലെ അക്രമങ്ങളും പ്രത്യാക്രമങ്ങളും എപ്രകാരമായിരിക്കും നടക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയി കഴിഞ്ഞാൽ അതൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് വീണ്ടും മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നിലവിൽ ഇസ്രായേലും പാലസ്തീനയും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകളിലൊന്നും ധാരണയായിട്ടില്ല. ഇറാന്റെ നിഴൽ സംഘങ്ങൾ ഹെസ്ബുള്ള ഉൾപ്പെടെ ഇസ്രായേലുമായി യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. റെഡ് സീയിൽ മറ്റൊരു കപ്പൽ ഗതാഗത പാതയായിട്ടുള്ള അവിടെ ഹുതികൾ വേണ്ടി വന്നാൽ ഇസ്രായേലി കപ്പലുകളെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള വെല്ലുവിളികൾ നിലക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കാണുന്ന ഈ ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റ് വേണമെങ്കിൽ ഒരു കുറച്ചും കൂടെ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. കാരണം ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു വെടിനിർത്തലിലേക്ക് എത്തുമെന്ന് കരുതിയതിന് ശേഷം കാര്യങ്ങൾ പാടെ മറിയുന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ യുദ്ധത്തിലേക്ക് വേണേലും പോകാം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതിന് നേരിയ സാധ്യത മാത്രമാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകുവാനുള്ള ശേഷി അല്ലെങ്കിൽ താല്പര്യം, പ്രത്യേകിച്ചും ശേഷിയും താല്പര്യവും ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ഇറാനും ഇല്ല, അമേരിക്കയ്ക്കുമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു വിലങ്ങുതടിയായി നിൽക്കുന്ന ഇസ്രായേലാണ്. ഇസ്രായേൽ ഏത് ഘട്ടം വരെ യുദ്ധം ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് ഈ സാഹചര്യം പരമാവധി മുതലെടുത്തുകൊണ്ട് ഇറാന് ഏൽപ്പിക്കാൻ കഴിയുന്നത്ര പരിക്കേൽപ്പിക്കുക, ഇറാന്റെ നിഴൽ സംഘങ്ങളായിട്ടുള്ള ഹെസ്ബുള്ളയ്ക്കൊക്കെ ലെബനനിൽ പരമാവധി നഷ്ടം വരുത്തുക. അത് ഇസ്രായേലിന്റെ പ്രഖ്യാപിത നയമാണ്. അത് അവർക്ക് ആ പ്രദേശത്തെ സുരക്ഷയെ അവർ അങ്ങനെയാണ് കാണുന്നത്. കൂടാതെ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയുമായി കൂടി അത് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എങ്ങനെയും പ്രശ്നം സങ്കീർണമാക്കി പരമാവധി ഇറാനിയൻ നിഴൽ സംഘങ്ങളെയും നിരായുധരാക്കുക, ദുർബലരാക്കുക എന്നുള്ളൊരു നയം ഇസ്രായേൽ തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘർഷം ഒരു പരിധിവരെയെങ്കിലും കൈവിട്ടു പോകുന്നതിലെ ഒരു പ്രധാന കക്ഷി ഇസ്രായേൽ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു പ്രാദേശിക യുദ്ധ വിധത്തിലേക്ക് വായിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങളുണ്ട്. രണ്ട് സാഹചര്യങ്ങളിലേക്ക് ഏതിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ അക്രമങ്ങൾ നടത്തി സമാധാന വ്യവസ്ഥകൾ വരുമ്പോഴത്തേക്കും വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ അവർക്ക് തങ്ങളുടേതായ താല്പര്യങ്ങൾ കൃത്യമായി സ്ഥാപിച്ചെടുക്കുവാൻ, വിലപേശി സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടുന്നുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് ആയിട്ട് വേണം ഇതിനെ കാണുവാൻ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരു കൂട്ടർക്ക് ഒരു തുറന്ന യുദ്ധത്തിനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ശേഷിയോ അതിനുശേഷം അവർക്ക് വരാൻ സാധ്യതയുള്ള അസ്വീകാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ചേർത്തിട്ട് വേണം നമ്മൾ ഈ മൊത്തത്തിലുള്ള ചിത്രത്തെ കാണേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.